ആ കൃഷിക്കാരൻ തന്റെ കൃഷിയിടങ്ങളിൽ കഠിനാധ്വാനം ചെയ്യുമ്പോൾ വിളകൾ തിന്നാനെത്തുന്ന കിളികളെ പറത്തി അകറ്റുക എന്ന ഏറ്റവും എളുപ്പമുള്ള ജോലിയായിരുന്നു ചെറുപ്പക്കാരനായ അയാളുടെ മകൻ ഏറ്റെടുത്തിരുന്നത്. മകന്റെ മടി കലർന്ന ഈ സ്വഭാവത്തിൽ അയാൾ വല്ലാതെ ആശങ്കപ്പെട്ടിരുന്നത് പോലെ തന്നെ ഒരിക്കൽ അയാൾ രോഗശയ്യയിലായി. കൃഷിയിടങ്ങളിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ മകൻ പകച്ചു നിന്നു. കൃഷികളെല്ലാം നശിക്കാൻ തുടങ്ങി. ജീവിതം ഇരുട്ടുമൂടിയ ആ സാഹചര്യത്തിലാണ് രാജകൊട്ടാരത്തിൽ നിന്നും വന്ന ഒരു വിളംബരം ശ്രദ്ധയിൽപ്പെട്ടത്. അവിടെ നടക്കുന്ന വിവിധങ്ങളായ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിക്കുന്നവർക്ക് രാജാവ് കൈ നിറയെ സ്വർണ്ണ നാണയങ്ങൾ സമ്മാനങ്ങളായി നൽകുന്നു എന്നതായിരുന്നു അത്. ഇനി മറ്റൊരു മാർഗവും മുന്നിലില്ല എന്ന അവസ്ഥയിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുവാനായി ചെറുപ്പക്കാരൻ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. എന്നാൽ മത്സരവേദിയിൽ ഒരുപാട് ശക്തിമാന്മാർ നിൽക്കുന്നതിനിടയിലേക്ക് മടിയനായ ഈ ചെറുപ്പക്കാരൻ കടന്നു വന്നപ്പോൾ ചുറ്റും കൂടി നിന്നവർ പരിഹസിച്ച് ചിരിക്കുവാൻ തുടങ്ങി. കുറെ അധികം ഭാരമുള്ള ചതുരപ്പെട്ടികൾ നിരത്തിവച്ചിരിക്കുന്നു. ഇതിനെ ദൂരെയുള്ള ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നതായിരുന്നു ഒന്നാമത്തെ മത്സരം. എന്നാൽ ഈ ചതുരപ്പെട്ടിയെ എത്തിക്കുവാനായി ഒരുപാട് ഉപകരണങ്ങൾ അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഏത് വേണമെങ്കിലും മത്സരാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെ മത്സരം തുടങ്ങുമ്പോൾ ഒരു മത്സരാർത്ഥി ഒരു വടിയെടുത്ത് തള്ളിക്കൊണ്ട് ഇതിനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ തുടങ്ങി. അടുത്തയാൾ ഒരു കയറിട്ട് കെട്ടി വലിച്ചുകൊണ്ട് എത്തിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരൻ ഈ ഉപകരണങ്ങളിൽ നിന്നും മൂർച്ചയേറിയ ഒരു കത്തിയാണ് തെരഞ്ഞെടുത്തത്. മൂർച്ചയുള്ള ഒരു കത്തി കൊണ്ട് എങ്ങനെയാണ് ഈ ചതുരപ്പെട്ടിയെ ലക്ഷ്യത്തിലെത്തിക്കുക എന്ന ചിന്തയിൽ വീണ്ടും ജനം പരിഹസിച്ച് ചിരിക്കുവാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരൻ ഈ ചതുരപ്പെട്ടിയുടെ മൂലകളെല്ലാം ചെത്തിമിനുക്കിക്കൊണ്ട് ഈ പെട്ടിയെ ഗോളാകൃതിയിലാക്കി മാറ്റി. എന്നിട്ട് ഉരുട്ടിക്കൊണ്ട് ഏറ്റവും പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്തെത്തി ഒന്നാം സ്ഥാനം നേടി എന്നുള്ളതാണ് കഥ. ഇവിടെ ഇത്രയും സ്മാർട്ടായിട്ട് ചിന്തിക്കുവാനും ഈ മത്സരത്തിൽ പങ്കെടുക്കുവാനും ഈ ചെറുപ്പക്കാരനെ പ്രചോദിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളായിരുന്നു. ചില പ്രയാസങ്ങൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാകുന്നു, നമ്മുടെ ബുദ്ധി വല്ലാതെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് സന്ദേശം. നന്ദി.